വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്ന 8 ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം നോ എന്നാണെങ്കിൽ മാത്രം അടുത്ത 2 മാസത്തിനകത്ത് ഡിസംബർ 1-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഞാൻ ഈ പറയുന്ന 8 ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു സമയമുണ്ട്. ഒരു 2 മാസത്തോളം കൃത്യമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നോർമലാക്കി കൊണ്ടുവന്ന് ഡിസംബർ തീരുന്നതിന് മുൻപ് തന്നെ കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവരായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാകും. നമ്മുടെ ഒരു എഗ്ഗിൻ്റെ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു മാസത്തെ ഒരു എഗ്ഗിനെയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ചയൊക്കെ ഏറ്റവും കൂടുതൽ തീരുമാനിക്കുന്നതിനേക്കാൾ ഒരു 3 മാസം മുൻപുള്ള സമയത്താണ്. അപ്പോൾ ഈ ഒരു മാസം സെപ്റ്റംബർ ആണെങ്കിൽ സെപ്റ്റംബറിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ടിപ്സിൻ്റെ എല്ലാത്തിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിസംബറിലോ ജനുവരിയിലോ ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ടിപ്സൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് നല്ല ക്ഷമയോടുകൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ കൺസീവ് ആകാനായിട്ടും നമുക്ക് അവിടെ സാധിക്കും കേട്ടോ. പ്രതീക്ഷ കൈവിടാതെ എല്ലാവരും ട്രീറ്റ്മെൻറ്റുകളിലൂടെയും നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസിലൂടെയും പ്രഗ്നൻ്റ് ആകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പുവർ എഗ് ക്വാളിറ്റിയെ പറ്റിയിട്ടാണ്. എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ എഗ്ഗിന് നല്ല ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ക്വാളിറ്റി കുറയുന്ന ഒരു എഗ്ഗിന് ബീജവുമായിട്ട് ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസും വളരെയധികം കുറവായിരിക്കും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും ആ എഗ്ഗിന് ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചകളിലൊക്കെ തന്നെയും ആ പ്രഗ്നൻസി നഷ്ടമായി പോകാനായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ എഗ്ഗിന്റെ ക്വാളിറ്റി പുവർ എഗ് ക്വാളിറ്റി ഉണ്ടാകുന്ന ഒരാൾക്ക് കാണുന്ന കുറച്ച് ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടോ എന്ന് നോക്കുക. എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫാക്ടർ നിങ്ങളുടെ എഗ്ഗിന്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻഡോമെട്രിയോസിസ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ 8 ചോദ്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾ പാസ്സായിരിക്കുന്നു. എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ അത് ഓവറീസിൽ ഉണ്ടാകുന്ന ഓവറീസ് എൻഡോമെട്രിയോസിസ് സിസ്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ഇൻഫ്ലമേഷനും അതുപോലെ എഗ് ഡാമേജും ഉണ്ടാക്കാനായിട്ട് കാരണമാകുകയും ഇത് ഓവറിയുടെ ഫംഗ്ഷനെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓവറീസിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്ന എഗ്ഗിന് ക്വാളിറ്റി കുറഞ്ഞു പോകുന്നതിനും അതിന്റെ ഭാഗമായിട്ട് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് അവിടെ കുറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് എൻഡോമെട്രിയോസിസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫർദർ അത് വരുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അതിന് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. പ്രോപ്പറായിട്ട് ആ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് PCOD ഉണ്ടോ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഉത്തരം നോ എന്നാണെങ്കിൽ അപ്പോഴും നിങ്ങളുടെ എഗ്ഗിന്റെ ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. PCOD ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് എഗ്ഗിന്റെ ക്വാളിറ്റി കുറയുന്ന സിറ്റുവേഷൻസ്. PCOD ഉള്ള ആളുകൾ ട്രീറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് PCOD കൺട്രോൾഡ് ആക്കി കൊണ്ടുവരാതെ വെറുതെ ഹോർമോൺ ടാബ്ലറ്റ്സ് മാത്രം എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ആകാനായിട്ടുള്ള ചാൻസസ് അതവിടെ റിഡ്യൂസ് ആക്കുന്നുണ്ട്. PCOD ഉള്ള ആളുകൾക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നത് കൊണ്ട് എഗ്ഗ് മെച്ചർ ആകുന്നതിനും അതിന്റെ ക്വാളിറ്റിയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരിലുണ്ടാകുന്ന ഇൻസുലിന്റെ റെസിസ്റ്റൻസും അതുപോലെ മറ്റുള്ള പല ഹോർമോണൽ ഇംബാലൻസസുകളും ഡയറക്ട്ലി ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നവയാണ്. PCOD ഉള്ള ആളുകൾ ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കണ്ടെന്നോ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യരുതോ എന്നല്ല പറഞ്ഞത്. നമ്മൾ PCOD ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ കട്ട് ചെയ്യുക, വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നോക്കുക, പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സ്വീറ്റ്സും ഒക്കെ കഴിക്കുന്നത് നന്നായിട്ടൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു മാസമോ 2 മാസമോ അതിലൊക്കെ വേണ്ടിയിട്ട് എടുത്ത് 1-2 കിലോ എങ്കിലും മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ട് മിനിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ട് പ്രഗ്നൻസി നോക്കുവാണെങ്കിൽ വേഗത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ PCOD ഉള്ള എല്ലാവർക്കും പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കില്ല. ഇക്വാളിറ്റി കുറവായിരിക്കും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. PCOD നമ്മളുടെ കൺട്രോളിൽ തന്നെ നമുക്ക് കൊണ്ടുവന്ന് തിരുത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. PCOD ഉണ്ടായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ തന്നെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എഗ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കും കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടോ, അതായത് തൈറോയ്ഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾ. തൈറോയ്ഡ് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ തന്നെ വെക്കുവാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നിങ്ങളുടെ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല തൈറോയ്ഡ് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്താതെ മുൻപോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ തന്നെ മിസ്കാരേജ് ആയി പോകുന്നതിനുള്ള ചാൻസസും അത് വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മാക്സിമം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. തൈറോയ്ഡിന്റെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സൈക്കിൾ ഷോർട്ട് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മോർ ദാൻ 35 ഡേയ്സ് ആണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്നുള്ള കാര്യവും കൂടി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. 21-നേക്കാളും കുറവും 35-നേക്കാളും കൂടുതൽ മെൻസ്ട്രൽ സൈക്കിൾ പോകുന്ന ഒരാൾക്ക് ക്വാളിറ്റി ഉള്ള ഒരു ഫോളിക്കുലാർ ഫേസും ലൂട്ടിയൽ ഫേസും ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. ഏതെങ്കിലും ഒന്ന് വളരെയധികം കൂടി പോവുകയോ ഏതെങ്കിലും ഒന്ന് വളരെയധികം ഷോർട്ടായി പോവുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഹോർമോൺസിന് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റാതെ വരികയും ഫെർട്ടിലൈസേഷനും ഓവലേഷനും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് അതിന്റെ ഭാഗമായിട്ട് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ സൈക്കിൾ ഷോർട്ടായി പോകുന്ന ആളുകൾ ഇത് ഷോർട്ടായാലും 1 മാസത്തിൽ 2 തവണ പീരീഡ്സ് അല്ലേ ആ പോട്ടെ എന്ന് പറഞ്ഞിരിക്കാനായിട്ട് പാടില്ല. ഡോക്ടറെ ഉടനെ കാണാനായിട്ട് പോകണം. അതുപോലെ 35 ദിവസത്തിനേക്കാളും കൂടുതൽ മെൻസ്ട്രേഷൻ പോയിട്ട് എന്നാണ് പീരീഡ്സ് ആകുന്നത് എന്ന് കൃത്യമായിട്ടൊരു ദിവസം കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകളും ആ പീരീഡ്സ് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെയും ഏതെങ്കിലും ഒരു ദിവസം പീരീഡ്സ് വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു വിചാരത്തിലിരിക്കാതെയും ഉടനെ തന്നെ ഡോക്ടറെ പോയി കണ്ടിട്ട് എന്ത് ഹോർമോണൽ ഇംബാലൻസസ് ആണോ നിങ്ങൾക്കുള്ളത് അത് പരിഹരിച്ച് മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഈ പല ഹോർമോണൽ ഇഷ്യൂസും നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെയും നമ്മുടെ ആ ഒരു എഗ് റിസർവ് കുറഞ്ഞു പോകുന്നതിനും പ്രഗ്നൻസി എന്ന് പറയുന്നൊരു ആഗ്രഹം നമ്മുടെ നീണ്ടു പോകുന്നതിനും അത് കാരണമാകും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണോ പീരിയഡ്സ് ഡേറ്റ് ഉണ്ടാകുന്നതെന്ന് നോക്കുക. ചില ആളുകൾക്ക് 21, ചില ആളുകൾക്ക് 29, ചില മാസങ്ങളിൽ 35, ചില മാസങ്ങളിൽ നേരെ 22 അങ്ങനെയൊക്കെയാണ് പീരിയഡ്സ് ഡേറ്റ് പോകുന്നതെങ്കിലും അപ്പോഴും നമ്മുടെ ഓവറീസ് നന്നായിട്ട് പ്രവർത്തിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. ഹോർമോൺസ് നന്നായിട്ട് പുറപ്പെടുവിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസും ഉണ്ടാകും. അങ്ങനെ പീരിയഡ്സ് പോകുന്നതും നല്ലതല്ല. അതുകൊണ്ട് ഇറഗുലർ ആയിട്ട് പീരിയഡ്സ് പോകുന്ന ആളുകൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓവുലേഷൻ്റെതായിട്ടുള്ള സിംറ്റംസ് നാച്ചുറലി ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ഓവുലേഷൻ സിംറ്റംസ് ഒന്നും കാണുന്നില്ല, പീരിയഡ്സ് ഭയങ്കര ഇറഗുലർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. തൊട്ടടുത്ത സൈക്കിളിൽ തന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പീരിയഡ്സ് ഹെവിയോ അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള പീരിയഡ്സോ ആണോ? നോ എന്നാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള പീരിയഡ്സ് ആണെങ്കിൽ ഓൾമോസ്റ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. ഒരു 7ാമത്തെ ദിവസത്തിനകത്ത് തന്നെ നമ്മളുടെ പീരിയഡ്സ് നിൽക്കുവാണ്. അത് അത്യാവശ്യം ഫ്ലോ ഉണ്ടായിരുന്നു ആദ്യത്തെ 3 ദിവസങ്ങളിൽ. പിന്നീട് അങ്ങോട്ടേക്ക് ഫ്ലോ ഇച്ചിരി കുറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ ആദ്യത്തെ 3 ദിവസങ്ങളിലൊക്കെ നോർമലി ഒരു ദിവസം 2ഓ 3ഓ പാഡ് ചേഞ്ച് ചെയ്യേണ്ട തരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സ് തന്നെയായിരിക്കും. അത് നമ്മൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവില്ല എന്നൊരുവിധം നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടാകും. നിങ്ങളൊന്ന് നാച്ചുറലി ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. 7ാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നുണ്ട് എല്ലാ മാസവും, പക്ഷേ പ്രഗ്നൻസി ആകുന്നില്ല. നമ്മൾ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും പാഡും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കും, പക്ഷേ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. പീരിയഡ്സ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. മെഡിസിൻ എടുത്തിട്ട് പീരിയഡ്സ് ഉണ്ടാകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യും, പക്ഷേ വരില്ല. ഒരു 10 ഡേയ്സ് കഴിയുമ്പോൾ പീരിയഡ്സ് വരും. ഇത് നമ്മുടെ ഒരു സൈക്കിളിന്റെ ലെങ്ത് വളരെ ഷോർട്ടായും ലോങ് ആയും പോകുന്ന കണ്ടീഷൻസ് മൂലം ഉണ്ടാകുന്നവയാണ്. അങ്ങനെ പീരിയഡ്സ് പോകുന്നവർക്കും ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്തും നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ പീരിയഡ്സ് പോകുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള വേദനകളോ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസോ ഉണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. അത് എഗ്ഗിന്റെ ക്വാളിറ്റിയെ ഡയറക്റ്റായിട്ട് അഫക്ട് ചെയ്യുന്നതല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിവിടെ മെൻഷൻ ചെയ്യാത്തത് കേട്ടോ. 8ാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിവാഹം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് 1 വർഷം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ 1 വർഷം പ്രോപ്പറായിട്ട് ട്രൈ ചെയ്തിട്ടും നിങ്ങൾ കൺസീവ് ആകുന്നില്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം പ്രഗ്നൻസി നീണ്ടു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ നിങ്ങളുടെ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയുന്നതും ആയിരിക്കാം. 1 വർഷം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആകെ 12 തവണയെ ട്രൈ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. കാരണം 12 തവണയെ നമുക്ക് അവിടെ എഗ്ഗ് പുറത്തേക്ക് വരുന്നുള്ളൂ. ആ സമയത്തൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ടും നിങ്ങൾ കൺസീവ് ആകുന്നില്ലെങ്കിൽ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയുന്നത്, സ്പേമിനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, യൂട്രസിൽ ഫൈബ്രോയിഡോ പൊളിപ്പോ പോലുള്ള കണ്ടീഷൻസ്, സിസ്റ്റ് ഉണ്ടാകുന്നത്, അതുപോലെ നമുക്ക് വജൈനയിൽ എന്തെങ്കിലും ഡ്രൈനസ് ഉണ്ടാകുന്നത് ഒക്കെയൊക്കെ ആയിരിക്കും കേട്ടോ റീസൺസ്. അപ്പൊ എന്താണ് കൃത്യം ഫാക്ടർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടു നോക്കണമല്ലോ. ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എഗ്ഗിന്റെ ക്വാളിറ്റിയെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ 8 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ച് 8 ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഉത്തരം നോ എന്നാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ എഗ്ഗിന് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ
ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ്. ഫെർട്ടിലിറ്റി എക്സസൈസ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി യോഗാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യുൽപാദന അവയവത്തിനെ എല്ലാത്തിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറീസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മുടെ യൂട്രസിനും സെർവിക്സിനും ഒക്കെയാണ്. അതുപോലെ ഫലോപ്പിയൻ ട്യൂബിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബ്ലോക്കേജ് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ് ഫെർട്ടിലിറ്റി യോഗാസ്. അത് കൃത്യമായിട്ട് ചെയ്യുന്നതും ആവണക്കണ്ണ ഉപയോഗിച്ചിട്ട് വയറ് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ട്യൂബിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓൾറെഡി എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിട്ട് ട്യൂബ് റിമൂവ് ചെയ്ത് പോയിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലെ മസാജ് ചെയ്യുന്നത് അടുത്തൊരു ട്യൂബ് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ യൂട്രസിനാണ്. എൻഡോമെട്രിയൽ ലൈനിങ് നന്നായിട്ട് തിക്കൺ ആവുന്നതിനും യൂട്രസ് ഹെൽത്തി ആക്കി വെക്കുന്നതിനും ഫൈബ്രോയിഡ് പോലുള്ള കണ്ടീഷൻസ് യൂട്യൂബിൽ വരുന്നത് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഫോളോ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. അടുത്ത ബെനിഫിറ്റ് നമ്മുടെ സെർവിക്സിനാണ്. സെർവിക്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വജൈനൽ മ്യൂക്കസ്, സെർവിക്കൽ മ്യൂക്കസ് നന്നായിട്ട് പ്രൊഡ്യൂസ് ആകുന്നതിനും സെർവിക്സ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സെർവിക്സ് ആണ് നമ്മുടെ ആ ഒരു ഗർഭാശയത്തിന്റെ ഒരു വായു ഭാഗം എന്ന് പറയുന്നത്. അത് ഹെൽത്തി അല്ല എങ്കിൽ അതിന്റെ ആ ഒരു വജൈനയുടെ ഒക്കെ pH ബാലൻസിന് വ്യത്യാസം വന്നു കഴിഞ്ഞ് മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം നോർമലായിട്ടുണ്ടെങ്കിലും പ്രഗ്നൻസി കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി യോഗാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എല്ലാ ദിവസവും 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ് ഉള്ള ആളുകൾ അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്ത് മുൻപോട്ടേക്ക് പോവുക. ഇതുപോലുള്ള സിംറ്റംസ് ഇതിൽ എല്ലാത്തിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഉടനടി തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഡിസംബർ മാസം തീരുന്നതിന് മുൻപ് തന്നെ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.